ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ സീക്രട്ട് ഏജന്റ് അഖിൽ മാല. ഈ ക്യാപ്റ്റൻ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അഖിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം വളരെ ഹെൽത്തി ആയിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എടുക്കും. ഞാൻ എന്തായാലും എടുക്കും. എപ്പോ നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കൊരങ്ങനാവടാ പട്ടി? പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വഴിക്ക് പോകുമ്പോ മോളീന്ന് വിളിക്കരുത്. ഇത് ഇവിടുന്ന് സ്പേസ്, അവിടുന്ന് വേറെ, അതിനും പുറത്ത് വേറെ ഗാലക്സി, വേറെ മിൽക്കി വേ എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതാണ്, വെരി ഗുഡ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അഖിലും ഞാനും തമ്മിൽ ഇനിയിപ്പോ ഞാൻ വന്നിരുന്നിട്ട് അഖിലെ വലിച്ചു തീർന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളത് തീർത്തു വിട്ടൊരു കാര്യമാണ്. മാവനെ കൊണ്ട് അതിനൊന്നും ആവൂലെന്നേ. ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയാലോ, ജാസ്മിന് നേരെയായിരുന്നു എല്ലാ സൈബർ അറ്റാക്കും കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നേരെ യൂട്ടേൺ സാധനം മൊത്തം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണന്റെ മുകളിലേക്കാണ്. അങ്ങനെ തന്നെ വേണം. ഇനി ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്തവൻ സീക്രട്ട് ഏജന്റ് എന്നുള്ളത് 33 മിനിറ്റും ചില്ലറയുള്ള ഒരു ഇന്റർവ്യൂവിന്റെ 4-5 മിനിറ്റുള്ള ഒരു പോർഷന്റെ അകത്താണ് അഖിൽ മാരാറതിനെ കുറിച്ച് പറയുന്നത്. சஜி யாரு சொன்னா என்ன சொல்றதுல பாயிண்ட் இருந்தா நம்ம எடுத்துக்கணும்ல. ആക്ച്വലി ട്രോളുകളോടൊന്നും എനിക്ക് ഒരു തരത്തിലുള്ള എതിർപ്പോ കാര്യങ്ങളോ. ഞാൻ പണ്ടും പറയാറുണ്ട്, ട്രോളന്മാർ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പീപ്പിൾ ആണ്. ഞാൻ പഴയ വീഡിയോസും കണ്ടെടുത്ത് നോക്കുക, ഏറ്റവും കൂടുതൽ ആളുകൾ അണ്ടർ റേറ്റ് ചെയ്യുന്നത് ട്രോളന്മാരാണ്. അവർ നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു സാധനം പൊക്കാനും ഒരു സാധനം താത്താനും ഒരു സിറ്റുവേഷൻ ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കാനൊക്കെ അവരെടുക്കുന്ന ഒരു എഫേർട്ടും സംഗതികളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്തോ കേട്ടോടാ, വെരി ഗുഡ്. ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആയി പോകണം എന്നുള്ളതാണ് എൻ്റെ മൈൻഡിലുള്ളത്. കാരണം പോവാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്ന്. ഓക്കെ, അതിന്റെ എല്ലാ വിരലുകളും